എന്താ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്നത്? വല്ല കമ്പനിയും തരണോ? Actually, you are so innocent for this place. I am taking that compliment, but this is my place. Oh, really? മോളെ, നീ ഇന്ന് തന്നെ നിന്റെ വീട്ടിലേക്ക് തിരിച്ചു പോവാണോ? ആ മമ്മി, ഇന്ന് തന്നെ പോകണം. അല്ലെങ്കിൽ നാളെ കോളേജിൽ ചെല്ലാൻ പാടായിരിക്കും. ഇവിടുന്ന് കുറെ ട്രാവൽ ചെയ്യണ്ടേ? നീ എന്നാ ഈവനിങ് ആകുമ്പോഴേക്കും പോയാ മതി. ഡ്രൈവറിനോട് നിന്നെയും അവനെയും ഡ്രോപ്പ് ചെയ്യാൻ പറയാം. മോളുടെ കാറ് മോർണിംഗ് തന്നെ അവിടെ കൊണ്ടെത്തിക്കാനും പറഞ്ഞേക്കാം. ഇനി അടുത്തൊരു ഫംഗ്ഷൻ ഒക്കെ വന്നാലല്ലേ നീ ഇവിടെ വന്ന് നിക്കാ. ഇങ്ങനെ എന്നെ മിസ് ചെയ്യലേ പപ്പ. ഇന്നലെ പാട്ടില് അയറിന്റെ മമ്മ ഏടൻ വരുന്നൊക്കെ ചോദിച്ചു. അയറൻ വിളിച്ചെങ്കിലും വരുന്ന കരുതിന്നൊക്കെ പറഞ്ഞു. മമ്മി ഇപ്പം എന്തിനാ ഏടൻ്റെ കാര്യം പറഞ്ഞത്? ഇപ്പം വെറുതെ പപ്പേനെ അപ്സെറ്റ് ആക്കി. അവൻ അവൻ്റെ ലൈഫ്. നിങ്ങൾ അവൻ്റെ മമ്മിയാണെന്നോ പപ്പയാണെന്നോ ഉള്ള വിചാരമൊന്നും അവനില്ല. പിന്നെ എന്തിനാ മമ്മി? ഇപ്പോഴും നിന്റെ ചേട്ടനോട് നിനക്ക് ദേഷ്യമാണോ? മമ്മിക്ക് മമ്മിയുടെ മോനോട് സോഫ്റ്റ് കോർണർ ഉണ്ടാവും. പക്ഷെ അവൻ നമ്മളോട് കാണിച്ചതൊന്നും എനിക്ക് കാണാതിരിക്കാൻ പറ്റത്തില്ല. 8 വർഷം മുമ്പ് എല്ലാവരുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ചതല്ലേ? അല്ല, ഉപേക്ഷിച്ചതല്ലല്ലോ. അവൻ കാരണം തന്നെയല്ലേ എല്ലാവർക്കും അവനെ പുറത്താക്കേണ്ടി വന്നത്. കാലത്ത് തന്നെ എഴുന്നേറ്റ് കൊമിക്ക് വായിക്കാനും തുടങ്ങിയോ? ഞങ്ങൾ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. നീ കഴിക്കുന്നില്ലേ? ഞാൻ ഇപ്പൊ വരാം. എന്നിട്ട് വേഗം റെഡി ആവുക. വീട്ടിലേക്ക് പോണം. നാളെ ക്ലാസ് ഉള്ളതല്ലേ? ഞാനൊന്നുമില്ല, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാ. മര്യാദയ്ക്ക് വന്നോ. നിന്റെ പപ്പയും മമ്മിയും എൻ്റെ വീട്ടിൽ കൊണ്ടാക്കിയേക്കണത്. എനിക്കൊന്നും വയ്യ. എനിക്ക് തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോണം. എപ്പോ നോക്കിയാലും പഠിക്കുക പഠിക്കുക പഠിക്കുക. എനിക്ക് കുറച്ച് സ്വൈര്യം വേണം. എനിക്ക് കുറച്ച് കൊമിക്കൊക്കെ വായിക്കാനുള്ളതാ. മര്യാദക്കിരുന്ന് പഠിച്ചിരുന്നെങ്കിൽ ഇതൊക്കെ ഉണ്ടാവായിരുന്നോ? ഇത് കഷ്ടമാണെന്ന് നോക്കിക്കേ. എന്നാ മോള് ഒരു കാര്യം ചെയ്യ്. പപ്പേനെ മമ്മേനെ അടുത്ത് വിളിച്ചു ചോദിക്കി, എന്നിട്ട് പൊക്കോ. ഹലോ മമ്മ, പപ്പ, ഞാൻ നിങ്ങളെ മിസ് ചെയ്ത്. ഞാൻ വീട്ടിലോട്ട് വരട്ടെ? ഇന്നലെ എൻ്റെ മോൾക്ക് പാർട്ടിയിൽ വെച്ച് കണ്ടിട്ട് മിസ്സൊന്നും ചെയ്തില്ലേ? ഞങ്ങളെ വല്ലതും നോക്കിയോടി നീ? അത് പിന്നെ പാർട്ടിയുടെ മൊത്തം കാര്യങ്ങള് ഞാനല്ലേ നോക്കിക്കൊണ്ടിരുന്നേ. അതുകൊണ്ടല്ലേ. അതാ ഇപ്പൊ മിസ് ചെയ്യണേ. ഞാൻ വരട്ടെ? നിന്റെ ഉടായ്പൊന്നും ഇവിടെ ഇറക്കണ്ട. നാളെ ക്ലാസ് ഉള്ളതല്ലേ? മര്യാദക്ക് പഠിച്ച് സെമസ്റ്ററിൽ നല്ല മാർക്ക് മേടിക്കാൻ നോക്ക്. എന്നിട്ട് തീരുമാനിക്കാം വരണോ വേണ്ടേന്ന്. സത്യമായിട്ടും മിസ് ചെയ്ത് പപ്പ. നിങ്ങളുടെ ഒരൊറ്റ മോളല്ലേ ഞാൻ. എന്നെ ഒന്ന് കൊണ്ടുപോകും. അത്രയ്ക്ക് മിസ് ചെയ്യാണെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വരാം നിന്നെ കാണാൻ. ഓ, ഇവരോട് പറഞ്ഞിട്ടും കാര്യമില്ല. ബൈ. എന്നാ വീട്ടിലേക്ക് പോവാണല്ലേ? റെഡി ആയിക്കോ. ദേ ചാച്ചൻ. ഏടൻ? ചാച്ചൻ എന്താ ഇവിടെ? ഞാനിവിടെ ഒരു ഫ്രണ്ടിനെ കാണാൻ വന്നതാ. എങ്ങടാ പോന്നെ? ഞാൻ റേസിംഗ് ട്രാക്കിലേക്ക് പോവാ. പ്രാക്ടീസ് ഉണ്ട്. ഇവിടെ പോണ വഴിയല്ലേ? വാ, കേറ്.
ഏയ് ഇല്ല, ഞാൻ പൊക്കോണ്ട്. ഏടൻ കേറ്. ഇന്നലെന്തേ ചാച്ചൻ അയറിന്റെ ബർത്ത്ഡേ സെലിബ്രേഷന് വരാഞ്ഞത്? അയറിൻ എന്തോരം വിളിച്ചെന്നോ? ഇന്നലെ ബിസി ആയിപ്പോയി. ഞാൻ എന്തായാലും അവളെ കാണാൻ വരുന്നുണ്ട്. ദേ അവിടെ നിർത്തിയാ മതി. ലൂക്ക, നീ ലിയോനൊന്ന് വിളിച്ചു നോക്ക്. ഞാൻ വിളിച്ചിട്ട് എടുക്കുന്നില്ല. ഇന്നലെ വരാന്ന് പറഞ്ഞതാ. കാലത്തായിട്ട് ഫോൺ പോലും എടുക്കുന്നില്ല. മമ്മി ഇങ്ങനെ കിടന്ന് ടെൻഷൻ അടിക്കാതെ. അവൻ കൊച്ചു കുട്ടിയൊന്നും അല്ലല്ലോ. മനുഷ്യൻ എപ്പോഴും പേടിയാണ്. അവൻ എന്തെങ്കിലും പ്രശ്നത്തിൽ ചെന്ന് ചാടുമെന്ന് വിചാരിച്ചിട്ട്. അവന് നിന്റെ കോളേജിൽ പഠിപ്പിക്കാൻ വരാനുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളതല്ലേ. അവൻ്റെ ഒരു ക്ലബ്ബ് നടത്തിക്കൊണ്ടിരിക്കുന്നു. അവൻ്റെ കൂടെയുള്ള കസിൻസ് ഒക്കെ ഇപ്പൊ നിന്റെ കോളേജിൽ കയറി. അവൻ്റെ കാര്യം ആലോചിച്ചിട്ട് എനിക്ക് സമാധാനം ഉണ്ടാവോ? എന്റെ മമ്മി അവന്റെ ഇഷ്ടത്തിനല്ലാണ്ട് ഒന്നും ചെയ്യാൻ പോണില്ല. അപ്പൊ പിന്നെ മമ്മി എന്തിനാ കിടന്ന് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? ഞാൻ വിളിക്കാം അവന്. The person you are calling is currently unavailable. Please leave a message after the tone. പറയാതെ പോയി കളഞ്ഞല്ലോ. റിയലി ഒരു ഗോസ്റ്റ് തന്നെ. ലെറ്ററോ? I will think of your touch when the noise get too loud. അയ്യോ, ലൂക്ക വിളിച്ചിട്ടുണ്ടല്ലോ. വേഗം വീട്ടിലേക്ക് പോയേക്കാം. പപ്പ, ഇന്നലെ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, ഓർക്കുന്നില്ലേ? എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഏട മാത്രം ഉണ്ടായിരുന്നില്ല. പപ്പ ഉണ്ടായിരുന്നെങ്കിൽ ഏടൻ ഇപ്പോഴും നമ്മുടെ ഫാമിലിയുടെ കൂടെ ഉണ്ടാക്കുമായിരുന്നല്ലേ. നന്ദി. കാലത്തന്നെ ആരോടും പറയാതെ പപ്പനെ കാണാൻ പോയതാവൂല്ലേ? അതെ. എന്നിട്ട് പപ്പനോട് എന്താ പറഞ്ഞത്? പപ്പയുടെ മോൾക്ക് ഇപ്പോൾ 26 വയസ്സായി. പപ്പയുടെ ഭാര്യനെ ഞാൻ നന്നായിട്ട് നോക്കണമെന്ന് പറഞ്ഞു. ലവ് യു മമ്മ. ലവ് യു ടു. അല്ല, നീ ഓഫീസിൽ പോകാൻ റെഡി ആകുന്നില്ലേ? ആ, ഞാൻ പോയെന്നാ റെഡി ആകട്ടെ. ദേ, ഈ ഫയൽസ് ഒന്നും എടുക്കാൻ മറക്കണ്ട. ഞാൻ എല്ലാം ചെക്ക് ചെയ്തിട്ടുണ്ട്. താങ്ക് യു മമ്മ. ഗുഡ് മോർണിംഗ് മാം. നമ്മുടെ വിന്റർ കളക്ഷൻ്റെ മീറ്റിംഗ് 10:30ക്കാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ, റിപ്പോർട്ട്സ് എല്ലാം റെഡിയല്ലേ? എല്ലാം റെഡിയാണ് മാം. Good morning everyone. Thank you all for joining us today. It is my pleasure to welcome you to the meeting of our newest fragrance collection, Crystal Haze. Good morning everyone. Thank you for joining this meeting.
As you know, our winter collection is our biggest project of the season. I would like to hear update from each department. Designing team, എന്താണ് നിങ്ങളുടെ winter theme? മാം, ഈ വിന്റർ കളക്ഷൻ ഫോക്കസ് ചെയ്യുന്നത് സ്നോഫ്ലേക്സ് ആൻഡ് വിന്റർ നൈറ്റിന്റെ എലഗൻസ് ഷോക്കേസ് ചെയ്യുന്ന രീതിയിലാണ്. പെർഫ്യൂം ബോട്ടിലിന്റെ ഡിസൈനിങ്, പാക്കറ്റിംഗ് കോൺസെപ്റ്റിന്റെ വർക്കും ഒക്കെ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. Excellent. Trade designing 1 വീക്കിനുള്ളിൽ എനിക്ക് മെയിൽ അയക്കണം. What about marketing team? Ma'am, we are planning teaser posts, influencer collaboration and ഒരു social media campaign കൂടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. Yeah, very good. Production group. മാം, ഫ്രാഗ്രൻസ് ഫോർമുല ഹാസ് ബീൻ അപ്രൂവ്ഡ്. That's great. സ്റ്റെബിലിറ്റി ആൻഡ് ക്വാളിറ്റി ടെസ്റ്റ് ആർ ഓൺ ഗോയിങ് ആൻഡ് വലിയ രീതിയിൽ തന്നെ റോ മെറ്റീരിയൽസ് ഒക്കെ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. What about photographs and creative team? ഫോട്ടോഷൂട്ടിന്റെ കോൺസെപ്റ്റ് കംപ്ലീറ്റ് ആണ്. മോഡലിനെ ഫൈനലൈസ് ചെയ്തിട്ടില്ല മാം, ട്രയൽ ചെയ്തിട്ടുണ്ട്. So, winter collection launch ചെയ്യാനായിട്ട് ഇനി 1 month ആണ് നമുക്കുള്ളത്. So, everyone work hard. Thank you everyone. I look forward to see next round of updates in the next meeting. അയ്യോ, ലേറ്റ് ആയാലോ? ടൈം പോയതേ അറിഞ്ഞില്ല. അടി മേടിച്ചതാണെന്ന് അറിയില്ലല്ലോ അല്ലേ? കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഹേ, ഗുഡ് മോർണിംഗ് ക്രിസ്റ്റി. മുഖത്ത് നീര് നല്ലോണം കുറഞ്ഞിട്ടുണ്ട്. നീയോ? എന്റെ നല്ല ചബ്ബി ചീക്സ് അല്ലേടാ. ആ, ഇനി ഇങ്ങനെ പറഞ്ഞാ മതിയല്ലോ. അപ്പൊ മനസ്സിലാവുന്നുണ്ടോടാ? ഇപ്പൊ മനസ്സിലാവുന്നില്ല. ഇന്നലെ സ്റ്റാഫ്സ് ഒക്കെ കണ്ടിരുന്നെങ്കിൽ വലിയ ചർച്ച വിഷയം ആവേണ്ടതായിരുന്നു. കുഴപ്പമില്ല, ഞാൻ മാസ്ക് ഇട്ട് നടന്നോളാം. ആരോടെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഞാൻ സർജറി ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞാൽ മതി. ആയിക്കോട്ടെ. അല്ല, നിന്റെ കസിൻ അയറിന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്നലെ നീ വീണ അമ്മൊക്കെ ഇരിക്കണ കണ്ടിട്ട് എനിക്ക് ചോദിക്കാൻ തോന്നിയില്ല. മതിയുടെ കളിയാക്കിയത്. പിന്നെ സെലിബ്രേഷൻ ഒക്കെ കൊള്ളായിരുന്നു. എനിക്ക് ചെലവൊന്നും കിട്ടിയില്ല. പിന്നെ അയറിനെ എന്നെ സെലിബ്രേഷന് വിളിക്കാത്തതിന് സങ്കടമൊന്നുമില്ല. ചെലവൊക്കെ നീ അവളുടെ അടുത്ത് നേരിട്ട് ചോദിച്ചാൽ മതി. പിന്നെ ഫാമിലീസും കുറച്ച് അവളുടെ കൊളീഗ്സും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എന്റെ ബർത്ത്ഡേ അല്ലേ വരാൻ പോകുന്നത്, അപ്പം സെറ്റാക്കാം. ആ, അത് മതി. യെസ്, കം ഇൻ. ഡോക്ടർ ലിയ, മാമിന്റെ പാരന്റ്സ് വന്നിട്ടുണ്ട്. ദേ ആർ വെയിറ്റിംഗ് അറ്റ് ദ കോൺഫറൻസ് ഹാൾ. ഓക്കെ. ലിയ, ദേഷ്യപ്പെടാൻ നിൽക്കരുത്. അവരോട് സമാധാനത്തിൽ സംസാരിക്കും. ആ മോളെ, നീ എത്തിയോ? ഈ ഹോസ്പിറ്റല് എന്റെ പേരിൽ നിന്ന് റൊവാന്റെ പേരിലേക്ക് ആക്കാനുള്ള ഫോർമാലിറ്റീസ് ഉടനെ തന്നെ പ്രൊസീഡ് ചെയ്യാൻ പോവാണ് നമ്മള്. വാട്ട് അബൌട്ട് മീ ഡാഡ്? അവന് എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യാൻ പറ്റില്ലല്ലോ. അവനെ ഹെൽപ്പ് ചെയ്യാനും നീ തന്നെയല്ലേ ഉള്ളൂ. ഈ ഹോസ്പിറ്റല് അവന്റെ പേരിൽ എഴുതാനായിട്ട് അവൻ ഈ ഹോസ്പിറ്റലിന് വേണ്ടിയിട്ട് എന്താ ചെയ്തിട്ടുള്ളത്? ഞാനാണ് ഇവിടെ രാവും പകലും കഷ്ടപ്പെട്ട് ഈ ഹോസ്പിറ്റൽ ഇങ്ങനെ കൊണ്ടുപോകുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും മീറ്റിംഗ് എന്ന് പറഞ്ഞ് ആ ചെയറിൽ കയറി ഇരുന്നാൽ മതിയല്ലോ. നീയോ? നിന്റെ പപ്പയോടാണ് നീ സംസാരിക്കുന്നത്. ഐ ആം ടെല്ലിംഗ് ദ ട്രൂത്ത്. മമ്മിയുടെ പപ്പയല്ലേ ഈ ഹോസ്പിറ്റലിൽ തുടങ്ങിയത്, ഇത്രയധികം വളർത്തിയതും. എന്നിട്ടും പപ്പയുടെ മമ്മിയുടെ കല്യാണം കഴിഞ്ഞപ്പോൾ ഗ്രാൻഡ് പപ്പയുടെ പേരിലേക്ക് എഴുതി കൊടുത്തു. എന്നിട്ടും ഗ്രാൻഡ് തന്നെയല്ലേ ഈ ഹോസ്പിറ്റലിൽ നോക്കി നടത്തിയത്. അപ്പൊ പപ്പയ്ക്ക് ഡോക്യുമെന്റ്സിലെ മാത്രം അധികാരമുള്ളൂ. റിയലി പപ്പ ഈ ഹോസ്പിറ്റലിന് വേണ്ടിയിട്ട് എന്താ ചെയ്തിട്ടുള്ളത്? ലിയ, നിനക്ക് പപ്പയോട് എന്ത് സംസാരിക്കാൻ പറ്റുന്നായോ? നിനക്ക് ഈ ഹോസ്പിറ്റലിൽ വേണമെങ്കിൽ അത് പറഞ്ഞാൽ മതി. പപ്പയോട് ഇങ്ങനെ റേസ് ആവേണ്ട കാര്യമില്ല. At least just try to see how much effort I'm putting into this hospital. എന്താ അവിടെ നടന്നതെന്നൊക്കെ എനിക്ക് ഊഹിക്കാൻ പറ്റുന്നുണ്ട്. തൻ്റെ പപ്പ നല്ല കലിപ്പിൽ ഇറങ്ങിപ്പോണ ഞാൻ കണ്ടു.
അവരെന്താ എന്നെ കൺസിഡർ ചെയ്യാത്ത ക്രിസ്റ്റി? എന്താ ഞാനൊരു ഗേൾ ആയതുകൊണ്ടാണോ? അങ്ങനെയൊന്നും പറയാതെ അവര് നിനക്ക് ഫെയർ ആവാത്തതുകൊണ്ട് നീ ശരിക്കും ആരാന്നുള്ളതൊന്നും മാറാൻ പോകുന്നില്ലല്ലോ. സത്യം പറഞ്ഞ നിന്റെ ബ്രദറിനെക്കാട്ടും സ്ട്രോങ് ആ നീ. ഞാൻ എത്ര സ്ട്രോങ് ആണെന്ന് പറഞ്ഞാൽ ഒരു കാര്യമില്ല. ഫാമിലി ജനറേഷൻ ആയിട്ടുള്ള മൈൻഡ് സെറ്റ് ഒന്നും മാറാൻ പോകുന്നില്ലല്ലോ. ഈ ഹോസ്പിറ്റല് എൻ്റെ പപ്പയുടെ പോലുമല്ല, എൻ്റെ മമ്മിക്ക് അവകാശപ്പെട്ടതാ. എൻ്റെ മമ്മി ഒരു ഗേൾ ആയതുകൊണ്ട് മാത്രമാണ് എൻ്റെ മമ്മിയുടെ പപ്പ എൻ്റെ പപ്പയ്ക്ക് എഴുതി കൊടുത്തത്. ഇപ്പം ഇതാ ജസ്റ്റ് മീറ്റിങ്ങിന് മാത്രം തല കാണിക്കുന്ന റൊവാൻ്റെ പേരിലേക്ക് മാറ്റാൻ പോവാം. ലിറ്ററലി ഇത് റൊവാൻ്റെ സ്ട്രീം പോലെയല്ല. അവന് വേറെ കുറെ കമ്പനീസ് അവൻ്റെ പേരിലുണ്ട്. എന്തെങ്കിലും ഞാൻ പപ്പയുടെ മുഖത്തൊക്കെ ചോദിച്ചാൽ അപ്പം എൻ്റെ വായടപ്പിച്ചോളും. എനിക്ക് അവന് ഇഷ്ടമല്ല. സ്റ്റുപ്പിഡ്. നീ അതൊക്കെ വിട്. ഇപ്പൊ നീ ഇവിടെ നിന്ന എല്ലാ പണിയും നീ രണ്ടാമത് ചെയ്യേണ്ടി വരും. എനിക്കൊരു ഹെൽപ്പ് ചെയ്യാവോ? എന്റെ വീട്ടിൽ പോയിട്ട് ബയോപ്സി റിപ്പോർട്ട്സിന്റെ ഫയൽ ഒന്ന് എടുത്തോണ്ട് വരും. ഞാൻ അത് എടുക്കാൻ മറന്നു. ഞാനെന്നാ നിന്റെ കാർ എടുക്കട്ടെ? ആയിക്കോട്ടെ, ഇതാക്കി. വാട്ട്? Sarah, come to my office right now. യെസ് സാർ. സാർ, ഈസ് സംതിങ് റോങ്? Something wrong? ഏറ്റവും കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള മെയിൽ റോങ് മെയിലേക്ക് അയച്ചിട്ട് ആർ യു ആസ്കിംഗ് മീ സംതിങ് റോങ്? ഐ ആം റിയലി സോറി സാർ. ഞാനത് ഡബിൾ ചെക്ക് ചെയ്യേണ്ടതായിരുന്നു. That's exactly what I have expected from my secretary. Are you nonsense? താനൊക്കെ എങ്ങനെയാണ് ഇന്റർവ്യൂ പാസ് ആയത്? Idiot. You are fired. സാർ, ക്യാൻ ഐ ചെക്ക് ദ മെയിൽ ഡീറ്റെയിൽസ്? Here it is your fucking mail. സാർ, ഇത് എൻ്റെ മെയിലാണ്. ഇത് ഞാൻ എൻ്റെ മെയിലേക്ക് അയച്ചിട്ടുള്ളതാ. ഐ ക്യാൻ ഫൈൻഡ് എനി അതർ മിസ്റ്റേക്സ്. Oh, സോ റിയലി ആം ഐ ഫയർഡ്? go back and continue your work. താങ്ക് യു സാർ. ഇന്ന് ചീത്ത പറയാനൊന്നും റീസൺ കിട്ടാത്തോണ്ടാവും. എന്നെ ഫയർ ചെയ്തില്ലെങ്കിൽ ഞാൻ തന്നെ റിസൈൻ ചെയ്യും കിടന്നു. ഹേ JK, ഇന്ന് വരുമ്പോ നേരം വൈകുന്നു പറഞ്ഞിട്ട് ഞാൻ മീറ്റിംഗ് കഴിഞ്ഞപ്പോ തന്നെ വന്നു. JK, ഞാൻ തിരിച്ചു പോകുന്ന കാര്യം, നീ നിന്റെ ഐഡൽ കരിയറിൽ നിന്ന് കുറച്ച് നാളത്തേക്ക് ബ്രേക്ക് എടുക്കുക. അതിനുള്ള ഫോർമാലിറ്റീസ് ഒക്കെ കമ്പനിയിൽ നടക്കുന്നുണ്ട്. വാട്ട്? എന്നോട് ചോദിക്കാണ്ടോ? നീ വീണ്ടും ഇപ്പൊ കൊറിയക്ക് തിരിച്ചു പോകുന്നത് ഒട്ടും സേഫ് അല്ല. നിന്റെ സേഫ്റ്റിയാണ് എന്റെ ഫസ്റ്റ് പ്രയോറിറ്റി. പെട്ടെന്നൊരു ബ്രേക്ക് എടുക്കാന്ന് വെച്ചാ ഇപ്പൊ തന്നെ ഞാൻ ഇവിടെ ഇരുന്ന് ബോറടിച്ചു. ദെൻ നീ നമ്മുടെ പപ്പയുടെയും അമ്മയുടെയും കൂടെ തൽക്കാലത്തേക്ക് കാനഡയിലേക്ക് പോക്കൂ. അതിനും നല്ലത് ഞാൻ ഇവിടെ ഇരിക്കുന്നതാ. അത് തന്നെയാ എനിക്കും സമാധാനം. ഇവിടെ ഇപ്പോ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. കുറച്ചു നാളത്തേക്ക് നീ ഇവിടെ നിന്നു. ഇവിടെ ആവുമ്പോ എപ്പോഴും എൻ്റെ ഒരു കണ്ണ് നിന്റെ കൂടെ ഉണ്ടാവും. ഹൈ സെക്യൂരിറ്റി ആണ് ഇവിടെ. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. എത്ര നാളത്തേക്കാ ബ്രേക്ക്? അതൊക്കെ കമ്പനിയിൽ നിന്ന് അറിയിക്കും. പിന്നെ നിനക്ക് എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. ഞാനെന്നാ പോയി ഫ്രഷ് ആവട്ടെ. JKക്ക് അവരെ കുറിച്ച് എന്തെങ്കിലും ഇൻഫോർമേഷൻസ് കിട്ടിയിട്ടുണ്ടാവോ? കിട്ടിയിട്ടുണ്ടെങ്കിലും എന്നോട് എന്തായാലും പറയാൻ പോകുന്നില്ല. ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം. ഇവിടെ കഴിഞ്ഞ വെൻസ്ഡേ നൈറ്റ് ഒരു പാർട്ടി ഉണ്ടായില്ലേ? അവരുടെ കോണ്ടാക്ട് ഒന്ന് കിട്ടുമോ? അവരുടെ ഡെക്കറേഷൻ വർക്ക്സ് ഒക്കെ എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ അവർ ആരെ കോണ്ടാക്ട് ചെയ്തതെന്ന് അറിയാനായിട്ടാ. സോറി സർ, ഇൻഫോർമേഷൻസ് ഒന്നും തരാൻ പറ്റില്ല.